കുരുതുകൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചുവെച്ച മട്ടിലാണ് റെഡിമേഡ് പ്രതികരണം. ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ. വെറും വ്യാജവർത്താനം. എന്നിട്ട് അലങ്കാരം പോലെ അയൽ രാജ്യത്തിന് അനുശോചനം. ആർക്ക് വേണമോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. നിങ്ങൾ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാസ് ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. സൈന്യത്തോട് നിർത്തുന്നവർ നിൽക്കാൻ ഭയമില്ലാത്ത പേടിത്തൂറുകൾ. തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കിയ സൂത്രധാരൻ സൈഫുള്ള കസ്തൂരി ഹാഫിസ് സയ്യിദിന്റെ വലം കൈയാണെങ്കിൽ, ഇന്ത്യ വിരോധം കൊണ്ട് പിഴച്ചു പൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ, ISIയുടെ സാമന്തനാണെങ്കിൽ, ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ. മറന്നവരാണ് നിങ്ങൾ. പരാജയത്തിൽ ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തന്റെ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാളം കിട്ട ചരിത്രം. കാർഗിൽ തിരിച്ചോട്ടം, ബലാക്കോട്ടിന്റെ നീലാകാശം നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ, താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ്യിദ് അടവച്ചിറക്കിയ അന്ധകവിത്തുകളും മരണവക്താക്കളൊക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കുക ആവർത്തന ചരിത്രം. ചോര കൊണ്ട് അസരിവാദം ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ. ഇന്ത്യ വിരോധം തലയ്ക്ക് വെച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ, അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം. ചെറുക്കാമെങ്കിൽ ചെറുക്ക്. അവർ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ, വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ, വിനാശകാലെ നിങ്ങൾ ചിന്തിത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ, കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുഷണ്ണി കാത്തിരുന്നോ. വരുന്നുണ്ട് നിന്റെ കണ്ണാക്കിലേക്ക് റഫാൽ മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട്. കൊറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി. കൂടെ പറഞ്ഞ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാരം.